ഹായ് വെൽക്കം ടു ഹോം കൺസ്ട്രക്ഷൻ കമ്മ്യൂണിറ്റി. ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഡോർ ഫ്രെയിം ആണ് പരിചയപ്പെടുന്നത്. നമ്മുടെ തന്നെ ഓൺ പ്രൊജക്റ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സ്ലൈഡിംഗ് വിൻഡോ. നമുക്കറിയാം സ്ലൈഡിംഗ് വിൻഡോസ് ഇപ്പം കോമൺലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സ്ലൈഡിംഗ് വിൻഡോസ്. ഇത് പല മെറ്റീരിയൽസിൽ ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസും അതിൻ്റെ കോസ്റ്റുമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ്. സ്ക്വയർ ട്യൂബ് നമുക്കറിയാം, രണ്ട് ടൈപ്പ് ഓഫ് സ്ക്വയർ ട്യൂബ് ഉണ്ട്, MS ആൻഡ് GI സ്ക്വയർ ട്യൂബ് ഉണ്ട്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് GI സ്ക്വയർ ട്യൂബിലാണ് ഈ ഡോറ് ചെയ്തിരിക്കുന്നത്. ഇത് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന ഡോറും ഫിക്സഡ് ഡോറും കൂടെ ആയിട്ടാണ് നമ്മളിത് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ സ്ക്വയർ ഡിസൈൻ ചെയ്തു, അതിനുശേഷം ടഫൺ ഗ്ലാസ് ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫംഗ്ഷനിങ് ആണ് ഇതിന് വെച്ചിരിക്കുന്നത്. മെയിൻലി നമ്മൾ ഇത് ചെയ്തത് എന്താന്ന് വെച്ചാൽ ഏറ്റവും ലെസ് കോസ്റ്റിൽ എങ്ങനെ ഒരു സ്ലൈഡിംഗ് വിൻഡോസ് നമുക്ക് പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഇതിന്റെ അകത്തെ പോർഷൻ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മൾ സ്ലൈഡ് ചെയ്യുന്ന ഡോറാണ് ഇത്. ഏകദേശം 8 പീസായിട്ടാണ് ഞങ്ങൾ ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു 8 പീസായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ഏകദേശം ഒരു 7 ഫീറ്റിന് മേളിൽ ഹൈറ്റും ഒരു 18 ഇഞ്ച് വിഡ്ത്തിലുമാണ് നമ്മൾ ഓരോ ഡോറും ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഗ്ലാസ് നോക്കിയാൽ അറിയാം, ഗ്ലാസ് ഒറ്റ പീസായിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഓരോ ഡോറിനും ഫിക്സ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ ഏറ്റവും നമുക്ക് ചെയ്തു വന്നപ്പോൾ ഉള്ള കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ റീസണബിൾ കോസ്റ്റ് ആയിരുന്നു. നമുക്കറിയാം MS സ്ക്വയർ ട്യൂബിനൊക്കെ ഒരു 100 റുപ്പീസിനകത്തേ ഉള്ളൂ പെർ kg. അപ്പൊ അതുകൊണ്ട് നമുക്ക് കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് കോസ്റ്റ് ലെസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് സിമ്പിൾ ആയിട്ട് മതി ഇതിന്റെ ഫംഗ്ഷനിങ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. മൊത്തത്തില് ഇതിന്റെ ഒരു ഭംഗി വരാനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനകത്ത് നല്ല രീതിയിലുള്ള പോളിഷിംഗ് വർക്ക്, ഉഡൻ വർക്ക് വരാൻ വേണ്ടിയിട്ട് പോളിഷിംഗ് ചെയ്തിട്ടുണ്ട്. ടീക്വുഡ് ഫിനിഷ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ മെയിൻലി നമ്മളിവിടെ GI സ്ക്വയർ ട്യൂബ് പ്രിഫർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ പോർഷനിൽ ഇത് വെസ്റ്റ് സൈഡാണ് ഈ വീട്ടിന്റെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നല്ല സൺലൈറ്റ് വരുന്നത് കൊണ്ട് മറ്റുള്ള വിൻഡോസ് ഒക്കെ ബെൻഡ് ആവാനുള്ള പോസിബിലിറ്റീസും കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫുള്ളി ഒരു ഗ്ലാസ് ഫിക്സിംഗ് ചെയ്ത് കഴിഞ്ഞാൽ സേഫ്റ്റിക്കും ഒരു വിഷയം ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ സ്ക്വയർ ട്യൂബിനകത്ത് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. കസ്റ്റമർ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്കും ഇതിനെക്കുറിച്ചുള്ള മോർ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നതായിരിക്കും. ഹാവ് എ ഗ്രേറ്റ് ഡേ.